അതായത് ഒരുപാട് വട്ടം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? പരാതി കൊടുത്തിട്ടും പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസോ കാര്യങ്ങളോ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് മോളൊന്ന് പറയാമോ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറോണ ടൈം ആയിരുന്നു. എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് തീരെയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പനിയും ഛർദിയായി. വീടിൻ്റെ അടുത്തൊരു അങ്കിളുണ്ട്, ശശിധരൻ എന്നാണ് പേര്. അപ്പോൾ ആള് ഞങ്ങളുടെ കുടുംബത്തോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവർക്ക് 23 വർഷമായിട്ടൊക്കെ നമുക്ക് നല്ലോണം അറിയുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ വയ്യാണ്ടയുടെ മുറ്റത്തുനിന്ന് ഛർദിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ അടുത്ത് തന്നെ അടുത്തൊക്കെ സംസാരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഹാളിൽ അങ്ങോട്ടും വീണു. എനിക്കപ്പോൾ വീണ്ടും ഛർദിക്കാനുള്ള വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയി ഛർദിച്ചിട്ട് ഞാൻ ടോയ്ലറ്റിൽ കയറുന്ന കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന് ഞാൻ മുഖവും വായൊക്കെ കഴുകി തന്നു. പിന്നെ മുഖവും വായൊക്കെ കഴുകി തന്ന് എന്നെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ കിടന്നു. ആൾ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അമ്മനോട് ചായ ചോദിച്ച് അമ്മ ചായ വെക്കാൻ വേണ്ടി പോയപ്പോൾ ഇയാൾ എൻ്റെ ഉമ്മ വെച്ച് എൻ്റെ വായുടെ ഉള്ളിൽ നാട്ടിൽ കറക്കി എന്നെ ചുണ്ടോണ്ട് വലിച്ച് എന്നിട്ട് എൻ്റെ പാനിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഹാഫ് പാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൈയിടാൻ നോക്കുമ്പോഴേക്കും അമ്മ വന്ന് കണ്ടിട്ട് ആൾ കൈ പിൻവലിച്ചു. അമ്മ വന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് പുറത്തേക്ക് പോയി സിറ്റൗട്ടിൽ ചേച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി അവിടെ നിന്ന് പഠിക്കായിരുന്നു. ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു. അതിന് ഉമ്മ വെച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആ സമയത്തേക്ക് പേടിയുണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ വേഗം ചേച്ചിക്ക് ആളെടുത്ത് പോയി നല്ല ചീത്തൊക്കെ പറഞ്ഞു. ആളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ആളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി 12 മണിക്ക് തന്നെ വന്നിട്ട് നമ്മുടെ അടുത്ത് കുറേ കൈയും കാലൊക്കെ പിടിച്ചു എന്നാണ് അമ്മ പറഞ്ഞത്. കൈയും കാലൊക്കെ പിടിച്ചു. ആളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അന്ന് പിന്നെ പേടിയോണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും അമ്മ കണ്ടിരുന്നില്ലേ? അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ കിച്ചണിലായിരുന്നു. അമ്മ നടത്തുമ്പോൾ അമ്മ ഞാൻ കിച്ചണിലായിരുന്നു. ചേച്ചി സിറ്റൗട്ടിൽ നിന്ന് പഠിക്കായിരുന്നു. രണ്ടാളൊന്നും കണ്ടിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അമ്മയും സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഒരു മറ്റു സമയത്ത് സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഭീഷണി പെട്ടെന്ന് പോലെ ചോദിക്കുക. ഞാൻ മോളിൽ ചെയ്തിട്ടുണ്ടായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നും പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് നമുക്ക് കേസ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. അമ്മോട് പറഞ്ഞിരുന്നു അന്ന്? ഇല്ല, അമ്മയുടെ അടുത്ത് വ്യക്തമായിട്ട് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, വലിയ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ആ ടൈമിൽ നമുക്ക് ആ ഒരു പ്രായത്തിന്റെ ഇതിനനുസരിച്ചിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, പക്വത ഉണ്ടായിരുന്നില്ല അല്ലേ? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ടൈമിൽ പോലീസിലോ കാര്യങ്ങളിലോ അങ്ങനെയുള്ള ഒരു പരാതിയോ കാര്യങ്ങളോ ഇതുണ്ടായിരുന്നില്ല. അമ്മോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു മിസ്സിങ് പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്ന് എന്താ റെസ്പോൺസ് ഉണ്ടായത്? അതായത് ഈ ശക്തിധരൻ അല്ലേ? ശക്തിധരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുള്ളത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റത്തിന് അതീതനാണോ ഈ ശശിധരൻ എന്ന് മാത്രമല്ല നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ജനാധിപത്യം ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാലഘട്ടത്തില് ഈ ശക്തിധരന് ഇതിനേക്കാളും ശക്തി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വാളയാർ വിഷയങ്ങളും കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിൽക്കുന്ന അതേ സമയത്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളില്ലാതെ ക്രൂരമായിട്ടുള്ള ഒരു രീതിയിലുള്ള, തീർച്ചയായിട്ടും ഇപ്പൊ ആ കുട്ടി 15 വയസ്സാണ് ആയിട്ടുള്ളത്. ഈ 15 വയസ്സിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സോ കാര്യങ്ങളോ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നമ്മള് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന സമയത്ത് സർക്കാരും കൂടെ നിൽക്കും, കോടതി എല്ലാം കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം നമ്മൾ അവിടെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയാണ്. കുഞ്ഞിനോട് നമ്മൾ 100 പ്രാവശ്യം ഇത് തിരിച്ചു മറിച്ച് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർ പറയും പോലെ ഒരു കള്ള മൊഴി പറഞ്ഞതൊന്നുമല്ല. കാരണം സത്യസന്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോഴും ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്, ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷ, ഇപ്പൊ ആ കുട്ടിയും പറയുന്നതാണ്, ഈ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട ശിക്ഷ അത് നേടിക്കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതെ, പ്രതിഷേധത്തിലേക്ക് പോവേണ്ടി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാതയിൽ തന്നെ പോകും.
കാരണം ആ കുഞ്ഞ് അത്രയും മനസ്സ് വേദനിച്ചിരിക്കുകയാണ്. അവരുടെ ശരിക്കും ലൈഫിനെ തന്നെ ബാധിച്ചൊരു വിഷയമാണിത്. നമ്മൾ ഇത്രയും നിസ്സാരമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പോലീസ് ഓഫീസേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആ കുഞ്ഞിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. തനിക്ക് എന്താണ് നേരിട്ട്, ഞാൻ എന്താണ് നേരിട്ടെന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ശരിക്കും അതിൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് വലിയൊരു ഇൻസിഡൻ്റ് ആണെന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളോട് ആ പരാതി ആ കുഞ്ഞ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞ് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് അറിഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സാണ് ഇങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവളോട് ആദ്യം ഫസ്റ്റ് ടൈം അവളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് അവർ നമ്മളെയൊക്കെ വിവരം അറിയിച്ചത്. എന്തായാലും ഞാനിപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞിട്ടുള്ളത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളും ഈ ഒരു കുട്ടിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ആ കുട്ടിക്ക് വേണ്ട നീതി എന്താണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കാനും തയ്യാറാണ്. മാം എന്തായാലും ഇതിന്റെ ഒരു ഫൈനൽ വരെ എന്തായാലും നിൽക്കാൻ തയ്യാറല്ലേ? നീതി കിട്ടുന്നത് വരെ നമ്മൾ തുടരും. സാറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വനിതാ നേതൃത്വം ഇവരുടെ കൂടെ തന്നെ തീർച്ചയായിട്ടും ഈ കേസിന് അന്ത്യം കാണുന്നത് വരെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. 15 വയസ്സിൽ ആ കുട്ടി എത്തി നിൽക്കുമ്പോൾ പോലും ഭീഷണിയുടെ ഭാഗമായിട്ട് ഒരു പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇവിടെ എന്തിനാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്? ഇന്ന് ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഈ പറയുന്ന പോലെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പവർ ഉപയോഗിച്ചുകൊണ്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഇവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നിയമത്തെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഇവിടെ നമ്മൾ ആരാണ് ആവുന്നത്? ഇവിടെ സാധാരണക്കാരന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് കോടതിയാണ്. ആ കോടതിയുടെ കീഴെ വരുന്ന ജനങ്ങൾക്കും കോടതിക്കും ഇടയിൽ വരുന്ന മീഡിയേറ്റേഴ്സാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ മീഡിയേറ്റേഴ്സ് പ്രോപ്പറായിട്ട് കേസെടുത്ത് ജാമ്യമില്ലാത്തൊരു കേസിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇത് ജനാധിപത്യമാണോ? ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നിയമവ്യവസ്ഥ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്